എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 7 കടക്കുകയാണ്. സംസാര സങ്കട വിശങ്കട കങ്കടായ സർവാർത്ഥദായ സദയായ സനാതനായ സച്ചിന്മയായ ഭവതേ സതതം നമോസ്തു. ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. സംസാര സങ്കട വിശങ്കട കങ്കടായ, സംസാരമാകുന്ന സങ്കടത്തിന് വിശങ്കടമായ സങ്കടമായിട്ടുള്ളവനെ, സംസാര ദുഃഖത്തെ നേരിടാൻ നല്ല ശക്തിയുള്ള പടച്ചട്ടയായിട്ടുള്ളവനും, സർവാർത്ഥദായ, സർവ അർത്ഥങ്ങളും ദാനം ചെയ്യുന്നവനെ, സദയായ, ദയോടുകൂടിയവനും, സനാതനായ, സനാതനനായിട്ടുള്ളവനും, സച്ചിന്മയായ, സന്മയനും ചിന്മയനും ആയിട്ടുള്ളവനും ആയ ഭവതേ, അങ്ങേക്ക് സതതം, നിരന്തരം, നമ അസ്തു, നമസ്കാരം ഭവിക്കട്ടെ. ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. ലക്ഷ്മി ദേവിക്കും ഭൂമിദേവിക്കും പതിയായിട്ടുള്ള അല്ലയോ ഹരി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ. സംസാരമാകുന്ന സങ്കടത്തെ നേരിടുവാൻ തക്കവണ്ണം നല്ല കരുത്തുള്ള പടച്ചട്ടയായിട്ടുള്ളവനും, സർവാർത്ഥങ്ങളും ദാനം ചെയ്യുന്നവനും, ദയോടു കൂടിയവനും, സനാതനനും സച്ചിന്മയനുമായ ഭഗവാന് നിരന്തരം നമസ്കാരം. ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും ഭർത്താവായിട്ടുള്ള അല്ലയോ ഹരി, എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ. എല്ലാ സംസാര ദുഃഖങ്ങൾക്കും കാരണം ഓരോരുത്തരും അവരവരിൽ പൊരുളായിരിക്കുന്ന ഈശ്വരനെ അറിയാത്തതാണ്. ഈശ്വരൻ മാത്രമാണ് ഏക സത്യം എന്നറിയുമ്പോൾ, വെളിച്ചം വരുമ്പോൾ ഇരുട്ടെന്ന പോലെ എല്ലാ ദുഃഖങ്ങളും ഓടി മറയും. ഈശ്വരനെ അറിയാതിരിക്കുമ്പോൾ തോന്നുന്നത് യുദ്ധം ചെയ്യാൻ തയ്യാറായി വരുന്ന പടയാളികളാണ് ദുഃഖങ്ങൾ എന്നാണ്. അവയെ നേരിടാൻ കരുത്തു നൽകുന്ന ശക്തമായ പടച്ചട്ട ഈശ്വരൻ മാത്രമാണ്. ജീവിതത്തിന് അർത്ഥം നൽകുന്നതായി എന്തെല്ലാമുണ്ടോ അതിനെയാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് നാം വിളിച്ചു പോരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 അതിനെ പണ്ടേ തരംതിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത് ഈശ്വരനിൽ നിന്നാണ്. ഈശ്വരൻ സകലരോടും ദയവായ്പുള്ളവനാണ്. ആ ദയവായ്പാണ് പുരുഷാർത്ഥങ്ങൾ ലഭിക്കാൻ ഇടയാക്കുന്നത്. ദയ പ്രകടമാകുന്നത് എപ്പോഴും ഭക്തരായ നമ്മൾക്ക് ഇഷ്ടകരമായ തരത്തിലാകണമെന്നില്ല. ഇഷ്ടകരമായതും അനിഷ്ടകരമായതും മാറി മാറി കൈവരുത്തി ജീവിതത്തെ സമനിലയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ളതാണ് ഈശ്വരൻ്റെ ദയാവായ്പ്. ഈശ്വരനാണ് സകലതിലും നിറഞ്ഞിരിക്കുന്ന സത്യം. അതുകൊണ്ട് സന്മയനാണ്. ആ സത്യം ഏതെങ്കിലും ഒരു വസ്തുവല്ല, കേവലമായ എന്താണ്? അറിവാണ്, ചിത്താണ്. അതുകൊണ്ട് ചിന്മയനാണ്. സത്വം ചിത്തുമായ ഈശ്വരൻ ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല, ഒരിക്കലും ഇല്ലാതായി തീരുകയുമില്ല. അതുകൊണ്ട് സനാതനനാണ്. കാലാതീതനായ ഈശ്വരന് നിരന്തരമായ നമസ്കാരം. ശ്രീപതിയും ഭൂപതിയുമായിട്ടുള്ള അല്ലയോ ഹരി, എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇല്ലാതാക്കി തീർക്കണമേ. ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 7 അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. സംസാര സങ്കട വിശങ്കട കങ്കടായ സർവാർത്ഥദായ സദയായ സനാതനായ
സച്ചിന്മയായ ഭവതേ സതതം നമോസ്തു. ശ്രീഭൂപതേ ഹര ഹരേ സകലാമയം മേ. ശ്രീ വാസുദേവാഷ്ടകം ജ്ഞാനവല്ലരി 7 അർത്ഥവർണ്ണം ഇന്നിവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.